കുട്ടികളെ നമ്മളിന്ന് 6th സ്റ്റാൻഡേർഡിലെ ലെറ്റർ മാത്സ് ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കിതൊരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളിതുവരെയും പഠിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഇംഗ്ലീഷ് ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ. ഇതിൻ്റെ പിന്നീട് വരുമ്പോൾ ഇതിന് നമ്മൾ ആൽജിബ്ര എന്നൊക്കെ പറയും. നമുക്കൊന്ന് ചാപ്റ്ററിലേക്ക് കടന്നു പോവാം. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇത് മേരിയുടെ വയസ്സും ഇത് ജോണിയുടെ വയസ്സുമാണ്. നോക്കൂ, ഈ വർഷത്തെ മേരിയുടെ വയസ്സെന്ന് പറയുന്നത് 4 അപ്പോൾ ജോണിയുടെ വയസ്സ് 8. അപ്പോൾ അടുത്ത വർഷം നോക്കിക്കുന്നു, മേരിയുടെ വയസ്സ് 4 നിന്ന് 5 എത്തുമല്ലോ. അപ്പം ജോണിയുടെ വയസ്സ് 8 നിന്ന് എത്രയിലേക്ക് എത്തും? 9. അപ്പോൾ 5 വയസ്സ് മേരിക്കുള്ളപ്പോൾ ജോണിക്ക് എത്രയാണ്? 9 വയസ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷം അപ്പം മേരിക്ക് എത്ര വയസ്സാണ്? 3 വയസ്സല്ലേ. അപ്പോൾ ഇതിനേക്കാളും 1 കുറവ്. ജോണിക്ക് എത്രയാണ്? 7 വയസ്സ്. അപ്പോൾ ഇവരുടെ വയസ്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5നേക്കാളും എത്ര കൂടുതലാണ്? 9. 4. 4നേക്കാളും എത്ര കൂടുതലാണ്? 8. 4. 3നേക്കാളും എത്ര കൂടുതലാണ്? 7. 4. ഇനി അതിനും തൊട്ട് മുന്നേ വർഷം എത്ര? ഇവിടെ 2. 2നേക്കാളും എത്ര കൂടുതലാണെന്ന് നോക്കി? 6. 4. ഇവിടെ എത്ര വരും? 5. അപ്പോൾ ഇതിൽ നിന്ന് ജനറലായിട്ട് കുറേ വർഷം കഴിയുമ്പോൾ മേരിയുടെ വയസ്സ് ഏതെങ്കിലും ഒരു വയസ്സാവും. ഇപ്പോൾ 10 വർഷം കഴിയാന്ന് വെച്ചാൽ 15 വർഷമാവും. അപ്പോൾ കുറേ വർഷം എന്നാൽ നമുക്ക് വർഷം അറിഞ്ഞുകൂടാ. കുറേ വർഷമാകുമ്പോൾ മേരിയുടെ വയസ്സ് നമുക്കറിയില്ലാത്തൊരു വാക്ക്, നമുക്കതിനെ വേണമെങ്കിൽ ഒരു എക്സ് എന്നോ വൈ എന്നോ അല്ലെങ്കിൽ ജോണിയുടെ വയസ്സിനെ ജെ എന്നും മേരിയുടെ വയസ്സിനെ എം എന്നും വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ജോണിയുടെ വയസ്സ് ഇപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? ജോണിയുടെ വയസ്സ് എന്തിന് ഈക്വലാ? ജോണിയുടെ വയസ്സെന്ന് പറയുന്നത് മേരിയുടെ വയസ്സിനേക്കാൾ 4 കൂടുതലല്ലേ. മേരിയുടെ വയസ്സിന് നമ്മൾ എം എന്ന് വിളിച്ചു, എമ്മിന് M+4 ശരിയല്ലേ. ഇപ്പോൾ ജോണിയുടെ വയസ്സ് നമുക്ക് മേരിക്ക് 10 വയസ്സുള്ളപ്പോൾ വേണ്ട, മേരിക്ക് 5 വയസ്സുള്ളപ്പോൾ ജോണിയുടെ വയസ്സ്, അപ്പോൾ മേരിയുടെ വയസ്സ് 5 കൊടുത്തു +4, ജോണിയുടെ വയസ്സ് എത്രയായിരിക്കും? 9 ശരിയല്ലേ. 5 വയസ്സുള്ളപ്പോൾ ജോണിക്ക് എത്ര വയസ്സാണ്? 9 വയസ്സ്. അപ്പോൾ അതേപോലെ തന്നെ മേരിക്കൊരു 20 വയസ്സാണെന്ന് വിചാരിക്കുക. മേരിക്ക് 20 വയസ്സാണെങ്കിൽ ജോണിക്ക് എത്ര ആയിരിക്കും? അതിനേക്കാളും 4 കൂടുതൽ, അതായത് 24 ആയിരിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് മാത്സിലെ പല പ്രോബ്ലംസും ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെറ്റർ മാത്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജനറലായിട്ട് നമുക്കൊരു കാര്യം കണ്ടെത്തണമെങ്കിൽ ലെറ്റർ മാത്സ് കൂടിയേ തീരൂ കേട്ടോ. പേജ് നമ്പർ 153 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ ഗെറ്റിംഗ് ബുക്സ് ത്രൂ പോസ്റ്റ് 25 rupees ഹാസ് ടു ബി ആഡഡ് ടു ദ പ്രൈസ് ഓഫ് ദ ബുക്ക് ആസ് പോസ്റ്റേജ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഓഫ് ദ ടേബിൾ ബിലോ. അതായത് നിങ്ങൾക്ക് അറിയുമെന്നറിയാം, നമ്മൾ ഇപ്പോൾ എന്താണ് പറയുക, നമ്മൾ പോസ്റ്റലായിട്ട് അല്ലെങ്കിൽ പാഴ്സലായിട്ടൊക്കെ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ വിലയേക്കാളും പാഴ്സൽ ചാർജുകൾ അല്ലെങ്കിൽ പോസ്റ്റേജ് ചാർജുകൾ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ 120 രൂപയുള്ള ഒരു ബുക്ക് നമ്മൾ പോസ്റ്റലായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുത്തുകയാണെങ്കിൽ നമ്മൾ എത്രയും കൂടെ എക്സ്ട്രാ കൊടുക്കണം? 25 രൂപയും കൂടെ ചേർത്ത് ടോട്ടൽ എത്ര കൊടുക്കണം? നമ്മൾ 125 രൂപയാണ് ആകെ നമുക്ക് പേ ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്ലിപ്കാർട്ട് വഴിയും അല്ലെങ്കിൽ ആമസോൺ വഴിയൊക്കെ ഓരോ സാധനം വാങ്ങുമല്ലോ. അപ്പോൾ ആ പോസ്റ്റൽ ചാർജായിട്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന രൂപയാണ് 25 രൂപ. അപ്പോൾ ഒരു ബുക്കിൻ്റെ വില 115 ആണ്. പോസ്റ്റേജ് ചാർജ് 25 ചേർത്ത് നമ്മൾ എത്ര കൊടുക്കണം? 140 രൂപ കൊടുക്കണം. ഇനി പോസ്റ്റേജ് ചാർജ് 25 കൂടെ ചേർത്ത് ഒരു ബുക്കിന് വന്ന വില 125 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഏതിൻ്റെ കൂടെ 25 കൂട്ടുമ്പോഴാണ് 125 ആവുന്നേ? 100 രൂപയുടെ കൂടെ ശരിയല്ലേ. ഇനി ഏതോ ഒരു ബുക്കിൻ്റെ വിലയുണ്ട്, അതിൻ്റെ കൂടെ 25 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 110 വരുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 110 - 25 എത്ര? 85. 85 25 ആഡ് ചെയ്യുമ്പോഴാണ് 110 വരുന്നത്. ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് ബുക്ക് ആൻഡ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? ബുക്കിൻ്റെ പ്രൈസ് എത്രയായാലും നമുക്ക് കുഴപ്പമില്ല, അതിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുന്നത്? 25 രൂപ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും. അപ്പം ഇവിടെ ബുക്കിൻ്റെ പ്രൈസിന് നമുക്ക് ബുക്കിൻ്റെ വിലയെ നമുക്ക് ബി എന്ന് വിളിച്ചാൽ, ബുക്കിൻ്റെ പ്രൈസിന് നമുക്ക് കൊടുക്കുന്ന വില ബുക്ക് പ്രൈസ് എന്ന് പറയുന്നതിന് നമുക്കൊരു ലെറ്റർ കൊടുക്കാം. എന്താ? ബി എന്ന് കൊടുക്കാം. അതുപോലെ പോസ്റ്റേജ് ചാർജ് ഫിക്സ്ഡ് ആണല്ലോ. പോസ്റ്റൽ ചാർജ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യാം. അത് എത്രയാണ്? 25.
ദെൻ ടോട്ടൽ എമൗണ്ടിന്, ടോട്ടൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്തുള്ള ടോട്ടൽ എമൗണ്ടിന് നമുക്ക് ടി എന്നൊരു ലെറ്ററും കൊടുത്താൽ എങ്ങനെ എഴുതാം നമുക്ക്? ബി പ്ലസ് 25 ഇസ് ഈക്വൽ ടു ടോട്ടൽ. ഓക്കെ, ഇത്രേ ഉള്ളൂ. മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റേജ് ചാർജ് 25 പകരം 30 ആണെങ്കിൽ ഇതെങ്ങനെ വരും? നമ്മളിവിടെ 30 കൊടുക്കുന്നു. എല്ലാത്തിൻ്റെയും കൂടി എത്രയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ 30. അപ്പോൾ ബി പ്ലസ് 30 ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അതേ എമൗണ്ട് തന്നെ, പക്ഷേ പോസ്റ്റേജ് ചാർജ് മാറുന്നു. പോസ്റ്റേജ് ചാർജ് 35 ആയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എന്താവും? ബി പ്ലസ്, ഇവിടെ നമുക്ക് 30ക്ക് പകരം എന്ത് കൊടുക്കണം? 35. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് 35 ഈക്വൽ ടു ടോട്ടൽ. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യം.